ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന പാലും തേങ്ങയും പഞ്ചസാരയും ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. മധുരം ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവുന്ന റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടിയിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടായ ശേഷം അതിലോട്ട് 1.4 മുതൽ 1.5 കപ്പ് വരെ തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരവിയിട്ട് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് തേങ്ങ ചിരട്ടയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴും ചിരണ്ടി എടുക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ബ്രൗൺ കളർ വരുന്ന ഒരു ഭാഗം അത് പരമാവധി ഇല്ലാതെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിത് നല്ല വൈറ്റ് കളറിൽ കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ബ്രൗൺ കളറുള്ള പീസസ് എന്താ പറയുക ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ പൊറുക്കി എടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ചൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതില്ലാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൈറ്റ് കളറിൽ കിട്ടും. എന്നിട്ട് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്, അപ്പോൾ ഇത് പെട്ടെന്ന് കളർ മാറി മൊത്തം ഒന്ന് കരിഞ്ഞു പോവും. ഇനി ഇത് ചൂടാറിയ ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റിയ ശേഷം ഒരു പാനിലോട്ട് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തിട്ട് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവ് അത്യാവശ്യം നല്ല മധുരം ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ചാണ് വേണ്ടതെങ്കിൽ കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളച്ച് ഈ പാല് ഒന്ന് കുറുകി വറ്റി വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക, അല്ലെങ്കിൽ തിളച്ച് മറിഞ്ഞു പോവും. അപ്പോൾ പാലൊന്ന് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുക്കായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നേരത്തെ വറുത്ത് വെച്ച് തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് പൊടിക്കാതെ ചേർക്കുന്നവരുണ്ട്. പൊടിച്ചിട്ട് ചേർക്കുമ്പോഴാണ് അത് കാണാൻ കുറച്ചുകൂടി ഭംഗി. അങ്ങനെ ഇതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ പാല് മുഴുവനായിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് നന്നായിട്ട് വറ്റി കുറുകി കിട്ടും. അങ്ങനെ ഇതാ 2-3 മിനിറ്റ് കുക്ക് ചെയ്ത് പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. സ്കിപ്പ് ചെയ്ത് ചേർക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചതും കൂടി ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നല്ലൊരു സ്മെല്ലും നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇത് എന്താ പറയുക, അങ്ങനെ പാനിൽ വെച്ച് എന്നാൽ ഇത് അടുക്കി പിടിച്ച് ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് ഇത് കുറച്ചും കൂടി ഡ്രൈ ആക്കി ഒന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. നമുക്കിത് എന്താ പറയുക കയ്യിലിട്ടിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരണം. അപ്പോൾ ഈ ഒരു ലെവലിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്നിട്ട് അതിനെ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നല്ല ചൂട് കുറഞ്ഞ ശേഷം ഒരു ചെറു ചൂടിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം. റൗണ്ടിലോ അല്ലെങ്കിൽ നമുക്ക് ഈ സ്റ്റീലിൻ്റെ കുറേ ഷേപ്പർ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് എന്താ പറയുക ഇത് മുഴുവനും ഒന്നായിട്ട് പരത്തിയിട്ട് അത് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പേടയുടെ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇനിത് നന്നായിട്ട് ഷേപ്പ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1 കപ്പാണ് നമ്മൾ അതിൽ ചേർത്തിട്ടുള്ളത്. അതിൽ ബാക്കിയുണ്ട്. അതിൽ നമുക്കിത് ഇതിൻ്റെ എല്ലാ വശവും ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കാണാനും നല്ല അടിപൊളിയാണ്, കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്.
അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും ഷേപ്പ് ചെയ്ത് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ മുഴുവനായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇതിപ്പോൾ നമുക്ക് 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെയും വെക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ചാനലും ഒന്ന് ഫോളോ ചെയ്യണേ.